അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്നും പിറവികൊണ്ട് ശൈശവം, ബാല്യം എന്നീ അവസ്ഥയിലൂടെ കൗമാരത്തിലെത്തിച്ചേരുമ്പോൾ ആൺകുഞ്ഞും പെൺകുഞ്ഞും തങ്ങൾ പ്രായപൂർത്തിയായി കഴിഞ്ഞു എന്ന ചിന്തയിലേക്ക് മനസ്സിനെ പരുവപ്പെടുത്തുന്നു. തുടർന്നു വരുന്ന സ്വാഭാവികമായ മാറ്റങ്ങൾ അവർ സ്വയം നിരീക്ഷിക്കുന്നു. അതിലൂടെ മനസ്സിന്റെ ഉത്കണ്ഠയും ഭയവും, ഏതാണ് ശരിയെന്നും ഏതാണ് തെറ്റെന്നും തുടങ്ങി നിരവധി ചിന്തയിലൂടെ സഞ്ചരിക്കേണ്ടി വരുന്നു. കൗമാര കാലഘട്ടത്തിലെ കുട്ടികൾക്കുണ്ടാവുന്ന സംശയങ്ങളും അതിനുള്ള പരിഹാരങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു പരിപാടിയാണ് റീപ്രൊഡക്റ്റീവ് ഹെൽത്ത്. ടീനേജ് പ്രായത്തിലുള്ള നിങ്ങളുടെ പ്രോബ്ലംസുകൾ, നിങ്ങളുടെ ഇഷ്യൂസുകൾ, നിങ്ങൾക്ക് ആവശ്യമുള്ള ചോദ്യങ്ങളും ഒക്കെ ഡോക്ടറിനോട് ചോദിച്ച് മനസ്സിലാക്കുക. ഡോക്ടർ, ഇന്നത്തെ കാലഘട്ടത്തിൽ നമ്മുടെ കൗമാര കുട്ടികളിൽ ഒരുപാട് ശാരീരിക മാറ്റങ്ങൾ, അത് പണ്ടും അങ്ങനെ തന്നെയാണ് എങ്കിൽ കൂടിയും എന്തൊക്കെയാണ് ആ ശാരീരിക മാറ്റങ്ങൾ അവരുടെ ഒരു ടീനേജ് പ്രായത്തിലുണ്ടാവുന്നത്, അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ? അപ്പൊ ഈ പ്യൂബർട്ടി ശരിക്കും ഉണ്ടാകുന്നത്, അതിന്റെ കാരണം എന്ന് പറയുന്നത് ബ്രെയിനിൽ നമുക്കുള്ള ഗ്ലാൻഡ്, ഹൈപ്പോതലാമസ് ആൻഡ് പിറ്റ്യൂട്ടറി എന്ന് പറയുന്ന ഗ്ലാൻഡ്സ് ആണ്. അപ്പൊ ഈ ഗ്ലാൻഡിൽ നിന്നും ഉണ്ടാകുന്ന ഹോർമോൺസ് നമ്മുടെ ബോഡിയിൽ ആക്ട് ചെയ്തിട്ടാണ് പ്യൂബർട്ടൽ ചേഞ്ചസ് ഉണ്ടാകുന്നത്. അപ്പൊ നമ്മുടെ അണ്ടാശയം അല്ലെങ്കിൽ പെൺകുട്ടികൾക്കാണെങ്കിൽ അണ്ടാശയം അല്ലെങ്കിൽ ഓവറിയിൽ പ്രവർത്തിച്ചിട്ട് ഓവറിയിൽ നിന്നുള്ള ഹോർമോൺസ്, ഈസ്ട്രോജൻ അല്ലെങ്കിൽ പ്രൊജസ്ട്രോൺ ഒക്കെ ഉണ്ടായിട്ടാണ് ബോഡിയിലുള്ള ബാക്കി മാറ്റങ്ങൾ വരിക. അതേപോലെ അഡ്രീനൽ ഗ്രന്ഥി അതിൽ ആക്ട് ചെയ്തിട്ടാണ് നമ്മുടെ ഹെയർ ഗ്രോത്ത് അല്ലെങ്കിൽ രോമ വളർച്ച വരിക. അതേപോലെ ആൺകുട്ടികൾക്ക് ഈ ഹോർമോൺ വന്നിട്ട് അവരുടെ ടെസ്റ്റിസ്, വൃഷണത്തിൽ ആക്ട് ചെയ്തിട്ടാണ് ടെസ്റ്റോസ്ട്രോൺ ഉണ്ടാവുക. അത് കാരണമാണ് ഈ പ്യൂബർട്ടൽ ചേഞ്ചസ് അവരുടെ ബോഡിയിൽ ഉണ്ടാവുക. പിന്നെ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഒരുപാട് മീഡിയ ഇൻഫ്ലുവൻസ് ആണ്. പണ്ടത്തെ കാലത്ത് എന്ന് പറയുന്നത് പിള്ളേർക്ക് അങ്ങനെ ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലായിരുന്നു. ഇപ്പോൾ ഒരുപാട് മീഡിയ ഇൻഫ്ലുവൻസ് ഉള്ളത് കൊണ്ട് ശരിയായ കാര്യങ്ങൾ കൂടാതെ ഒരുപാട് തെറ്റായ ഇൻഫർമേഷൻ കുഞ്ഞുങ്ങൾക്ക് മീഡിയയിൽ നിന്ന് കിട്ടുന്നു, പല സൈറ്റിൽ നിന്നും. അപ്പൊ അത് വെച്ച് അവരുടെ ചേഞ്ചസ് ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതുകൊണ്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാകാം എന്നുള്ളതാണ് ഇപ്പോഴത്തെ ആ ഒരു സിറ്റുവേഷനിലെ വ്യത്യാസം. എന്താണ് സെക്ഷുവൽ ബിഹേവിയർ, അതുപോലെ തന്നെ ക്ലീനിങ് പ്രോസസ്സുകള്, ശുചിത്വം, അതിന്റെ ആവശ്യകത എത്രത്തോളമാണ്? സെക്ഷുവൽ ബിഹേവിയർ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് ഇപ്പൊ നാച്ചുറലായിട്ട് നമുക്ക് ഈ ഒരു ഏജിൽ നമ്മൾ പറഞ്ഞല്ലോ, ഹോർമോണൽ ഇൻഫ്ലുവൻസ് കാരണം അവർക്കൊരു ഓപ്പോസിറ്റ് സെക്സിനോട് അവർക്കൊരു അട്രാക്ഷൻ തോന്നുക എന്നുള്ളത്. അപ്പം അതൊരു നാച്ചുറൽ കാര്യമാണ്. പക്ഷെ ആ ഒരു ബിഹേവിയർ എത്രത്തോളം അവർക്കത് എക്സ്പ്രസ് ചെയ്യാം അല്ലെങ്കിൽ റെഗുലേറ്റ് ചെയ്യാം എന്നുള്ളത് കുഞ്ഞുങ്ങൾ അറിയണം. അപ്പൊ ദാറ്റ് ഇസ് ഈ പറഞ്ഞ പോലെ അവരുടെ ആ ഒരു പേരൻസ് അല്ലെ ടീച്ചേഴ്സ്, അവരുടെ മീഡിയ, ഇതൊക്കെ അവരുടെ ആ ബിഹേവിയറിനെ ഇൻഫ്ലുവൻസ് ചെയ്യും. സോ ഹൗ ടു ട്രീറ്റ് ദ ഓപ്പോസിറ്റ് സെക്സ് വിത്ത് റെസ്പെക്ട്, എങ്ങനെയാണ് നമ്മുടെ ലിമിറ്റ്സ് എന്താണെന്ന് അറിഞ്ഞു വേണം നമ്മൾ എപ്പോഴും നമ്മൾ ഡീൽ ചെയ്യാൻ. നോർമൽ എന്താണ്, അബ്നോർമൽ എന്താണെന്ന് കുഞ്ഞുങ്ങൾ അറിയണം. നോർമൽ ബിഹേവിയർ ഇസ് ഓക്കെ, അബ്നോർമൽ ആണെങ്കിൽ അത് ഹെൽപ്പ് ആ സമയത്ത് നമ്മൾ അത് സമയത്ത് തേടുക എന്നുള്ളതാണ്. അപ്പൊ എല്ലാത്തിനും നമ്മൾ ഒരു ഹെൽപ്പ് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് തിരിച്ച് നമുക്ക് നോർമലിലേക്ക് വരാൻ പറ്റും എന്നുള്ള കാര്യം അറിയണം. കൗമാരി പ്രായത്തിലെ ആൺപെൺ വ്യത്യാസമില്ലാതെ മാസ്റ്റുർബേഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും അവരുടെ ഏജിന്റെ വ്യത്യാസമായിരിക്കാം. അപ്പം അതിൽ എന്തെങ്കിലും ദോഷമുണ്ടോ, എന്തൊക്കെയാണ് അതിനെ കുറിച്ച് കുട്ടികളോട് പറയാനുള്ളത്? അതെ, അതാ പറഞ്ഞത്, നമ്മുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങള്, പിന്നെ ബോഡിയിൽ ഉണ്ടാകുന്ന ഡിഫറെന്റ് ഫീലിങ്സ് ഒക്കെ ആ ഒരു ഏജിൽ അവർ എക്സ്പ്ലോർ ചെയ്യുകയാണ്. അപ്പൊ അത് എപ്പോഴും അത് പ്രോപ്പറായിട്ട് ഒരു സോഴ്സിൽ അവർക്ക് ഡൗട്ട് ക്ലിയർ ചെയ്യാൻ പറ്റത്തില്ല. അവരുടെ ഫസ്റ്റ് അപ്രോച്ച് അവരുടെ ഫ്രണ്ട്സ് ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഇന്റർനെറ്റ് സൈറ്റ്സ് ആയിരിക്കും. അപ്പൊ ഓൺലൈൻ അവർ കയറി തപ്പുന്നു, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിക്കുന്നു. അപ്പൊ ആ കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചാണ് അവർ റെസ്പോണ്ട് ചെയ്യുന്നത്. മാസ്റ്റർബേഷൻ എന്ന് പറയുന്നത് ഒരു നോർമൽ ഒരു ക്യൂരിയോസിറ്റി ഇൻ എക്സ്പ്ലോറിംഗ് വൺസ് ഓൺ ബോഡിയാണ്. അപ്പൊ അത് ഒരു പരിധി വരെ നമുക്കത് കംപ്ലീറ്റ്ലി തെറ്റാണെന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ ഗിൽറ്റി ആക്കുക, അവരത് കുറ്റപ്പെടുത്തുക. അപ്പൊ ആ രീതിയിൽ പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് അതൊരു ട്രോമയായിട്ട് മാറും. അവർക്കൊരു ലൈഫ് ലോങ് ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂ ആയിട്ട് ഇത് മാറാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ആ ഒരു ഏജിൽ ആക്ച്വലി ഒരുപാട് ഒരു ഫ്ലക്ച്വേഷൻസ് ഉണ്ടാവുന്ന സമയമാണ് ആ ഒരു അഡോളസൻസ് എന്ന് പറയുന്നത്. അപ്പൊ ആ സമയത്ത് ഒരു പ്രോപ്പർ ഗൈഡൻസ് പിള്ളേർക്ക് ഇല്ലാന്നുണ്ടെങ്കിൽ ആ ഭാവിയിൽ അത് അവരുടെ ക്യാരക്ടറിനെയും ലൈഫിനെയൊക്കെ അത് ബാധിക്കും. സോ അത് പ്രോപ്പറായിട്ട് നമ്മളെ പിള്ളേരെ കറക്റ്റ് ചെയ്യാന്നുള്ളതാണ്. അവരെ ഗിൽറ്റിയാക്കി വഴക്ക് പറയുന്നല്ല വേണ്ടത്, ഒരു അഡ്വൈസ് കൊടുക്കുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ഈ മെൻസ്ട്രൽ പീരീഡ്സിൽ ഉണ്ടാകുന്ന കുട്ടികളുടെ പെയിൻ, അവർക്ക് അതുപോലെ ഛർദി, വയറുവേദന, ഒരുപാട് പ്രശ്നങ്ങൾ അവരിപ്പം ഫേസ് ചെയ്യുന്നുണ്ട്. ക്ലാസ്സിൽ വരാതിരിക്കുക ഒക്കെ അവർക്ക് ഇതിൽ വരുന്ന വലിയൊരു ബുദ്ധിമുട്ടാണ്. അതുപോലെ തന്നെ ഓവർ ബ്ലീഡിങ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ, ഇതിന്റെയൊക്കെ കാരണം എന്താണ്, പരിഹാരം എന്താണ്? പീരിയഡ്സ് ആകുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഹൈപ്പോതലാമസ് ആൻഡ് പിറ്റ്യൂട്ടറി എന്നുള്ള ഹോർമോൺ ആണ് ഈ ചേഞ്ചസ് ഉണ്ടാക്കുന്നതെന്നുള്ളത്. അപ്പൊ ആദ്യത്തെ 1-2 വർഷം ഈ ഹോർമോൺ പ്രൊഡക്ഷൻ കുറച്ച് ഒരു ഇമ്മച്ചുവർ ആയിരിക്കും. അതായത് നമ്മളെ പൂർണ്ണമായ ഒരു നോർമൽ ആ ഒരു അഡൽട്ട് പാറ്റേണിലോട്ട് വരാൻ നമുക്ക് കുറച്ച് സമയം എടുക്കും.
അപ്പൊ അത് കാരണം പീരിയഡ്സ് നമുക്ക് കുറച്ച് ഇറഗുലർ ആയിരിക്കും. നോർമലി പീരിയഡ്സ് ഇപ്പോൾ ഒരു 10 വയസ്സിലൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ 12 വയസ്സ് 13 വയസ്സ് വരെയൊക്കെ ചിലപ്പോൾ അത് തെറ്റി ക്രമം തെറ്റി വരാം. 2 മാസത്തിലൊരിക്കൽ അല്ലെങ്കിൽ അങ്ങനെ ഒരു 1.5 മാസം ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് നമുക്ക് വരുന്നത് നോർമലാണ്. പിന്നെ ഈ പീരിയഡ്സിന് ഇനിഷ്യലി വയറുവേദന കാണത്തില്ല. തുടക്കത്തിൽ 1-2 വർഷം വലിയ വയറുവേദന കാണത്തില്ല. ഒരു 2 വർഷം കഴിയുമ്പോഴാണ് ഓവുലേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓവറിൽ നിന്നുള്ള അണ്ടോൽപാദനം സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴാണ് യൂഷ്വലി പീരിയഡ്സ് പെയിൻഫുൾ ആകുന്നത്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ടീനേജ് കാലഘട്ടത്തിൽ ഇതുപോലെ ആരോഗ്യ കാര്യങ്ങൾ കുറച്ച് കുട്ടികളെ അവെയർ ആക്കാനുള്ള എന്തെങ്കിലും പുതിയ പദ്ധതികളോ അതുപോലെ എന്തെങ്കിലും ഗവൺമെന്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ആരോഗ്യ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ട് എന്തെങ്കിലും? ഒരുപാട് അഡോളസന്റ് ഹെൽത്ത് ക്ലാസ്സസ് ഇപ്പൊ ഞങ്ങളെ പോലെ മെഡിക്കൽ കോളേജിൽ നിന്നായാലും ബാക്കി ഹെൽത്ത് സർവീസ് ഡോക്ടേഴ്സ് ആയാലും ഞങ്ങൾ റെഗുലറായിട്ട് സ്കൂളിൽ പോയി എടുക്കാറുണ്ട്. മാക്സിമം അവയർനെസ് കുട്ടികളിലേക്ക് എത്തിക്കുക എന്നുള്ളത് തന്നെയാണ് ഉദ്ദേശം. ഈ ഒരു പ്രായത്തിലാണ് നമ്മൾ എപ്പോഴും എല്ലാ കാര്യങ്ങളും കുഞ്ഞുങ്ങളെ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ബെസ്റ്റ് ടൈം. ഏറ്റവും റിസപ്റ്റീവ് ആയിട്ടുള്ള പ്രായമാണ്. അത് ലൈഫ് ലോങ് അവർക്ക് ഒരു ഹാബിറ്റ് ചേഞ്ചും ആവും. അപ്പൊ അത് ഗവൺമെന്റ് ഇനിഷ്യേറ്റീവ് എടുത്ത് തന്നെയാണ് ഇങ്ങനത്തെ പ്രോഗ്രാംസ് നടത്തുന്നത്. എന്താണ് ഡോക്ടർ ഈ PCOD? അപ്പൊ ഈ PCO എന്ന് പറയുന്ന ഒരു ഹോർമോണൽ ഇംബാലൻസ് ആണ്. നമ്മുടെ ഓവറിയിൽ ചെറിയ ചെറിയ കുരുക്കൾ ഉണ്ടാകുന്നതാണ്. ഈ കുരുക്കൾ നമുക്ക് ഉണ്ടാകുമ്പോൾ ഓവറിൽ നിന്നുള്ള നോർമൽ ആയിട്ടുള്ള ഹോർമോൺ പ്രൊഡക്ഷൻ, ഓവുലേഷൻ അല്ലെങ്കിൽ നോർമൽ ഹോർമോൺ പ്രൊഡക്ഷൻ ഉണ്ടാകുന്നില്ല. അപ്പൊ അതുമൂലം നമ്മുടെ പീരിയഡ്സ് ക്രമം തെറ്റുന്നു. ബോഡിയിൽ അതിൻ്റെതായ മാറ്റങ്ങൾ വരുന്നു. കുറച്ച് നമ്മുടെ ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ട് പെണ്ണുങ്ങൾക്ക് കാണുന്നു. നമ്മുടെ സ്കിന്നിൽ കുറച്ച് കറുപ്പ് കളർ നമുക്ക് കാണാം. കഴുത്തിൽ അല്ലെങ്കിൽ കക്ഷത്തിന്റെ അടിയിലൊക്കെ ഒരു ബ്ലാക്കനിങ് കാണാം. ചിലപ്പോൾ ചിലർക്ക് ബ്ലഡ് ഷുഗേഴ്സ് കുറച്ച് ഹൈ ആവും. അപ്പൊ അങ്ങനെ കുറച്ച് ബോഡിയിലെ ചേഞ്ചസ് ആൻഡ് പീരിയഡ്സിലുള്ള മാറ്റം. പീരിയഡ്സ് ഇറഗുലർ ആയി 2 മാസം 3 മാസം ഒക്കെ പീരിയഡ്സ് വരാതെ ഇരിക്കുക. അപ്പൊ അങ്ങനെയുള്ള ചേഞ്ചസ് ആണ് ഈ PCOD-യിൽ ഉണ്ടാകുന്നത്. ഡോക്ടർ, ഈ മെൻസ്ട്രൽ കപ്പ് ഇൻസേർട്ട് ചെയ്യുമ്പോൾ അത് അകത്തേക്ക് പോകുമോ, അത് തിരിച്ചെടുക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുമോ? അതിനെ കുറിച്ചൊന്ന് പറയാമോ? അങ്ങനെ ഒരു നമ്മൾ ആ കപ്പ് യൂസ് ചെയ്യാത്തത് കൊണ്ടാണ് അങ്ങനെ ഒരു ടെൻഷൻ വരുന്നത്. നമ്മുടെ യോനിയുടെ നീളം ഏകദേശം ഒരു 10 സെന്റിമീറ്റർ ആണ്. അപ്പൊ നമ്മുടെ ഒരു വിരൽ എത്താവുന്ന നീളമേ നമ്മുടെ യോനിക്കുള്ളൂ, വജൈനയ്ക്കുള്ളൂ. അപ്പൊ മെൻസ്ട്രൽ കപ്പ് നമ്മൾ ഇൻസേർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഇതിങ്ങനെ മടക്കി വെക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആ യോനിയിലോട്ട് നമ്മൾ ഇച്ചിരി ബാക്കിലോട്ടാണ് ഇൻസേർട്ട് ചെയ്യേണ്ടത്. നേരെ ഇൻസേർട്ട് ചെയ്ത് അത് കയറി പോകത്തില്ല. നമ്മുടെ യോനിയുടെ ഡയറക്ഷൻ ഇങ്ങനെയാണ്, കുറച്ചൊരു അപ്വേർഡ്സ് ആൻഡ് ബാക്ക്വേർഡ്സ് ആണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഒന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് ഈ ഒരു തണ്ടില്ലേ, തണ്ടുള്ള കപ്പുണ്ട്, തണ്ടില്ലാത്ത കപ്പുകളും ഉണ്ട്. ഈ തണ്ട് നമുക്ക് തട്ടാത്ത വിധം അകത്തേക്ക് കയറ്റി വെക്കാം. ജസ്റ്റ് അകത്തേക്ക് ഒന്ന് കയറ്റി പുറമേ ഈ തണ്ട് തട്ടാത്ത രീതിയിൽ നമ്മൾ വെക്കുക. അപ്പൊ അങ്ങനെ വെച്ച് ഇത് ഓപ്പൺ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആ ഒരു പ്രഷർ, ആ ഒരു സക്ഷന്റെ ഒരു പ്രഷർ കാരണം ഉള്ളിൽ അത് ഇരുന്നോളും. പിന്നെ മോടെ സംശയം എടുക്കുന്ന കാര്യമാണ്. നമുക്ക് ആ വിരൽ വെച്ചിട്ട് എടുക്കാവുന്നതേ ഉള്ളൂ. ആദ്യം വിരൽ വെച്ച് ഈ തണ്ട് ഫീൽ ചെയ്യണം. തണ്ട് ഫീൽ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ പിടിച്ച് പതുക്കെ പുള്ളി ചെയ്യുക. പുള്ളി ചെയ്തിട്ടാണ് നമ്മൾ ഈ കപ്പിലേക്ക് എത്തിയിട്ട് അതിനെ എടുക്കുന്നത്. ഡോക്ടർ, ഈ മെൻസ്ട്രൽ കപ്പ് യൂസ് ചെയ്യുന്ന ടൈമിൽ ഈ ഫിസിക്കൽ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ലൈക്ക് സ്പോർട്സോ ഡാൻസോ അഥവാ ട്രാവലിംഗോ അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവോ? അങ്ങനെയില്ല. നമ്മൾ കപ്പ് നമ്മുടെ സൈസ് ചൂസ് ചെയ്യുന്നത് ശരിക്കും പറഞ്ഞാൽ നമ്മളൊരു ട്രയൽ ആൻഡ് എറർ ആണ്. പല സൈസ് കപ്പ് ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞല്ലോ. സ്മോൾ സൈസ് ഉണ്ട്, മീഡിയം സൈസ്, ലാർജ് സൈസ് ഉണ്ട്. നമ്മൾ കൊച്ചു പിള്ളേർക്ക് സാധാരണ സ്മോൾ അല്ലെങ്കിൽ മീഡിയം സൈസ് കപ്പ് മതിയാവും. കുറച്ചൊരു പ്രായമുള്ളവരാണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ലാർജ് സൈസ് കപ്പായിരിക്കും കംഫർട്ടബിൾ. അപ്പൊ കപ്പ് യൂസ് ചെയ്യുന്നത് നമ്മൾ ലീക്ക് ഇല്ലാതെ, നമുക്ക് ആ ഒരു കപ്പ് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് ലീക്ക് ഇല്ലാത്ത രീതിയിലുള്ള കപ്പ് വേണം യൂസ് ചെയ്യാൻ. അപ്പൊ ആദ്യത്തെ കുറച്ച് മാസങ്ങളിൽ നമ്മൾ അതിന്റെ കൂടെ ഒരു പാഡും കൂടെ യൂസ് ചെയ്ത് നമുക്ക് വെക്കാം. കപ്പ് മാത്രം യൂസ് ചെയ്താൽ ചിലപ്പോൾ നമുക്ക് ലീക്ക് ചെയ്താൽ നമ്മൾ യാത്രയിലൊക്കെ വരുമ്പോൾ ബുദ്ധിമുട്ട് വരാം. 12 hours ആകുമ്പോൾ നമ്മളത് റിമൂവ് ചെയ്തൊന്ന് ക്ലീൻ ചെയ്യണം. അതിനുള്ള ഫെസിലിറ്റി നമ്മളൊരു ക്ലീൻ ആയിട്ടുള്ള വാഷ്റൂം നമുക്ക് വേണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ അതിന്. ഡോക്ടർ, പീരിയഡ് ആകുമ്പോൾ പെയിൻ കുറയ്ക്കാൻ വേണ്ടി മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് ടാബ്ലറ്റ്സ് ഒക്കെ വാങ്ങി കഴിക്കും. അപ്പൊ അത് നല്ലതാണോ നമുക്ക്? അങ്ങനെ ടാബ്ലറ്റ്സ് അവൈലബിൾ ആണ്. അപ്പൊ അത് വല്ലപ്പോഴും ഒരിക്കലൊക്കെ എടുക്കുന്നതിൽ ദോഷമില്ല. പക്ഷെ അത് കൂടുതൽ ഫ്രീക്വന്റ് ആയിട്ട് യൂസ് ചെയ്താൽ നമ്മുടെ നോർമൽ ആ ഒരു ബോഡി സൈക്കിളിനെ അത് ബാധിക്കാം, ഹോർമോണൽ ബാലൻസിനെ അത് ബാധിക്കുകയും ചിലപ്പോൾ ഇറഗുലർ പീരിയഡ്സ് ഒക്കെ ആവുകയും ചെയ്യാം. പ്രത്യേകിച്ചും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ. ഇപ്പം ചിലപ്പോൾ നമുക്ക് ഒരു മരുന്നിന്റെ ഒരു പ്രിസ്ക്രിപ്ഷൻ കിട്ടി, അത് വെച്ച് പിന്നെ അടുത്ത പ്രാവശ്യം നമ്മൾ വിചാരിക്കുന്ന മെഡിക്കൽ സ്റ്റോറിൽ പോയി അത് തന്നെ പിന്നെയും വാങ്ങിച്ച് കഴിച്ചുകൂടെയാണ്. അപ്പൊ നമ്മൾ എപ്പോഴും അറിയേണ്ടത് ഹോർമോണൽ ടാബ്ലറ്റ്സ് ഒരിക്കലും നമ്മൾ സ്വന്തമായിട്ട് നമ്മൾ മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് വാങ്ങിച്ച് കഴിച്ചുകൂടാ. ഹോർമോണൽ ടാബ്ലറ്റ്സ് പ്രോപ്പർലി എടുത്തില്ല എന്നുണ്ടെങ്കിൽ അതുകൊണ്ട് മാത്രം വളരെ ഹെവി ആയിട്ടുള്ള ബ്ലീഡിങ്, അബ്നോർമൽ ബ്ലീഡിങ് ഒക്കെ ഉണ്ടാവും. അപ്പൊ കറക്റ്റ് ക്രമത്തിൽ മാത്രമേ ഇങ്ങനത്തെ ടാബ്ലറ്റ്സ്, ഈ മാറ്റി വെക്കാനുള്ള, പോസ്റ്റ്പോൺ ചെയ്യാനുള്ള ടാബ്ലറ്റ്സ് നമ്മൾ എടുക്കാവുള്ളൂ. എപ്പോഴും ഒരു ഡോക്ടറെ കാണുക, ഡോക്ടറുടെ അഡ്വൈസ് അനുസരിച്ച് മാത്രം അങ്ങനത്തെ ഗുളികകൾ എടുക്കുക. പിന്നെ വേറൊരു കാര്യം നമ്മൾ അറിയേണ്ടത്, 18 years 18 വയസ്സിന്റെ താഴെ ഇപ്പൊ നമ്മൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് പോക്സോ നിയമപ്രകാരം അത് ക്രിമിനൽ കുറ്റമാണ്. അപ്പൊ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ആ ആൺകുട്ടി ആക്ച്വലി അത് അറസ്റ്റ് ആയി ജയിലിൽ കിടക്കേണ്ടി വരും.
നമ്മുടെ നിയമപ്രകാരം 18 വയസ്സിന്റെ താഴെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയാണെങ്കിൽ അത് നിർബന്ധമായിട്ടും അത് കാണുന്ന ഡോക്ടർ പോലീസ് റിപ്പോർട്ട് ചെയ്യുകയും പോലീസ് ആ ഒരു പിന്നെ 2 കുട്ടികളെ, ആക്ച്വലി 2 കുട്ടികളും പണിഷബിൾ ആണ്. അപ്പൊ ഡിപ്പെൻഡിങ് ഓൺ ആണായാലും പെണ്ണായാലും ആരായാലും പിന്നെ പണിഷബിൾ ആണ്. അപ്പൊ ഇൻക്ലൂഡിങ് ജയിൽ ശിക്ഷ വരെ നമുക്കത് അനുഭവിക്കേണ്ടി വരും. ഈ കാര്യങ്ങൾ എപ്പോഴും മനസ്സിൽ വെക്കുക. ഒരിക്കലും ആ ഒരു ഏജിൽ നമ്മൾ ഇങ്ങനത്തെ കാര്യങ്ങൾ ചിന്തിക്കാറില്ല. അപ്പോൾ കൗമാര കാലഘട്ടം എന്ന് പറയുന്നത് വളരെ ഒരു ബ്യൂട്ടിഫുൾ ഒരു ടൈമാണ് നമ്മുടെ ലൈഫിൽ. അപ്പൊ ഈ സമയത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് ഒരുപാട് നമ്മുടെ ബോഡിയിലായ ചേഞ്ചസും ഒക്കെ ഉണ്ടെങ്കിലും നമ്മുടെ ഈ ഒരു സമയത്തെ ഒരു അടിത്തറയാണ് നമ്മുടെ ഭാവിയിൽ നമ്മളുടെ ലൈഫ് തന്നെ ഡിസൈഡ് ചെയ്യുന്നത്. നമ്മുടെ ഭാവിയിൽ എന്താകുന്നു, നമ്മൾ കരിയറിൽ എന്തായി തീരുന്നു എന്നുള്ളതിന്റെ അടിത്തറ ഇടുന്ന സമയമാണ് ഈ ഒരു അഡോളസൻസ്. അപ്പൊ ആ സമയത്ത് പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ്, നല്ല റോൾ മോഡൽസ്, നമ്മൾ എപ്പോഴും ലൈഫിൽ നമ്മൾ എന്താകണം എന്നൊരു ഫോക്കസ് അല്ലെ എയിം വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റോൾ മോഡൽസ് നമ്മൾ എപ്പോഴും വെക്കുക. അപ്പൊ അവരിൽ നിന്നും നമ്മൾ ഇൻസ്പിറേഷൻ എടുക്കുക. പിന്നെ നമ്മളുടെ ഗൈഡ്സ്, നമ്മുടെ പേരൻസ് ആകാം, നമ്മുടെ ടീച്ചേഴ്സ് ആകാം, അവരുടെ ഗൈഡൻസ് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. നല്ല ഫ്രണ്ട്സ്, നല്ല പിയർ ഗ്രൂപ്പ്സ് അല്ലെ നല്ല ഫ്രണ്ട്സ് ഉണ്ടാകുക. ഒരു നല്ല ശീലങ്ങളിൽ ഏർപ്പെടുക. ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നല്ലൊരു ഭാവി നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകും എന്നുള്ളതിൽ സംശയം. ഡോക്ടർ, കൗമാരകാലത്ത് നമ്മുടെ കുട്ടികൾക്കുണ്ടാകുന്ന ഫിസിക്കൽ, മെന്റൽ, ഇമോഷണൽ ചേഞ്ചസിനെ കുറിച്ച് എന്താണ് ഡോക്ടർക്ക് നമ്മുടെ കുട്ടികളോട് പറയാനുള്ളത്? കൗമാരകാലം എന്ന് പറഞ്ഞാൽ അത് ഒരു ട്രാൻസിഷണൽ സ്റ്റേജാണ്. കുട്ടിയുമല്ല യൗവനക്കാരനുമല്ല. അപ്പം അങ്ങനെ വരുമ്പോൾ പുതിയ 2 ഹോർമോണുകൾ, ആൺകുട്ടികളിലാണെങ്കിൽ ടെസ്റ്റോസ്റ്റിറോൺ, പെൺകുട്ടികളിലാണെങ്കിൽ ഈസ്ട്രജൻ, ഇങ്ങനെ 2 ഹോർമോണുകൾ ഒരു ശരീരത്തിലേക്ക് വലിയ തോതിൽ വന്നു വിടുക. അപ്പോൾ ഈ 2 ഹോർമോണുകളുടെ ഇൻട്രാക്ഷൻ അഥവാ ഇതിൻ്റെ പ്രവർത്തനം ഗണ്യമായ വ്യത്യാസം ശരീരത്തിലുണ്ടാകും. ഷോൾഡറിലേക്ക് വന്നാൽ ഷോൾഡർ ബ്രോഡാവും, ഫീമെയിൽസിൻ്റെ എഡ്ജസ് സ്മൂത്ത് ആവും, എന്ന് വെച്ചാൽ കുറച്ചുകൂടെ ചാഞ്ഞ് സ്ലോപ്പിൽ. തൊണ്ടയിൽ നിങ്ങൾ ആഡംസ് ആപ്പിൾ എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഇത് ലാരിങ്സ് ആണ്, സ്വനപേടകം എന്ന് പറയും. ഇവിടെ നിന്നാണ് ശബ്ദം വരുന്നത്. ഈ ലാരിങ്സ് ഫ്രണ്ടിലേക്ക് വളരുന്നതുകൊണ്ടാണ് മെയിൽ സൗണ്ട് റഫ് ആൻഡ് ടഫ് ആയിട്ട് മാറുന്നത്. നമ്മുടെ കുട്ടികൾ ഇപ്പം കൂടുതലായിട്ട് ജങ്ക് ഫുഡിന്റെയും ഫാസ്റ്റ് ഫുഡിന്റെയും ഒക്കെ ഫാൻസ് ആണ്. അപ്പം അവർ പോഷകാഹാരങ്ങൾ കഴിക്കുന്നത് വളരെയധികം കുറഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ ആ പോഷകാഹാരങ്ങൾ കഴിക്കുന്നതിനുള്ള ആവശ്യകതയും അതുകൊണ്ടുള്ള അവർക്കുള്ള ഉപയോഗങ്ങളും പ്രയോജനങ്ങളും എന്തെല്ലാം ഒന്ന് വിശദീകരിക്കാമോ? ചെറുപ്പത്തിലെ മുതലേ ശരീരത്തിൽ ഫാറ്റ് ഡെപ്പോസിഷൻ കൂടുന്നു. ഫീമെയിൽസിൽ ലോവർ അബ്ഡോമിനൽ ഫാറ്റ് ഡെപ്പോസിഷൻ വന്ന ഇൻഫെർട്ടിലിറ്റി ഉണ്ടാകുന്നതിന് കാരണമാണ്. കാരണം നമ്മുടെ ട്യൂബ്, ഫലോപ്പിയൻ ട്യൂബ്, അണ്ടവാഹിനി കൊള്ളുകൾ ഫ്ലാഷിഡ് പ്രസ് ചെയ്ത് പോയിട്ട് അതിനകത്തോടെ സ്പേമിന് സഞ്ചരിക്കാൻ പറ്റാതെ വരുന്നു. പിന്നെ ഓവറിയിൽ സിസ്റ്റുകൾ ഉണ്ടാകുന്നു. ഒരു 12 ഇയർ കഴിഞ്ഞ ഒരു ഫീമെയിലിന് ഫാറ്റ് ഡയറ്റ് കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. അതിന് പകരം നിങ്ങൾ പ്രോട്ടീൻ ഡയറ്റ് വേറെ കൊടുത്തോളൂ, ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ ഒഴിവാക്കിയിട്ട്. അപ്പോൾ അവർക്ക് ഹൈറ്റും വെയിറ്റും ഒക്കെ വന്നോളൂ. ഫോളിക് ആസിഡും ബി കോംപ്ലക്സും ഒക്കെ ഉള്ള വൈറ്റമിൻസ്, ബി കോംപ്ലക്സ് നോൺ വെജിൽ ധാരാളം ഉണ്ട്. പക്ഷെ ഫോളിക് ആസിഡ്, ബ്രെയിനിന്റെ ഗ്രോത്തിന് അത്യാവശ്യമായിട്ടുള്ള ഫോളിക് ആസിഡ്, ഫോളിയേജ് എന്ന് പറഞ്ഞാൽ ഇലയെന്നാണ് അർത്ഥം. ഫോളിക് ആസിഡ് ഇലകളിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇലക്കറികൾ ധാരാളമായി കഴിക്കുക. ഫാറ്റ് ആവശ്യമില്ലാതെ ശരീരത്തിൽ ചെല്ലുന്നു. അത് ഫീമെയിൽസിൽ ഇൻഫെർട്ടിലിറ്റിക്ക് കാരണമാകുന്നു. ബോയ്സിൽ അത് അതെറോസ്ക്ലിറോസിസ്, കൊളസ്ട്രോൾ കൂടാൻ കാരണമാകുന്നു. ഡോക്ടർ, നമ്മുടെ കുട്ടികളിപ്പം പ്രത്യേകിച്ച് ടീനേജ് ആയിട്ടുള്ള കുട്ടികൾ, എസ്പെഷ്യലി ബോയ്സ്, അവർ ജിമ്മിൽ പോകുന്നത് വളരെയധികം കൂടിയിട്ടുണ്ട്. അതുപോലെ തന്നെ അവർക്ക് പെട്ടെന്ന് തന്നെ മസിൽ ഡെവലപ്മെന്റിന് വേണ്ടി പ്രോട്ടീൻ ഇൻടേക്സ് ചെയ്യാമോ എന്നതിനെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? വേ പ്രോട്ടീൻസ് എന്നൊക്കെ പറഞ്ഞ് ഇപ്പോൾ മാർക്കറ്റിൽ ഒരുപാട് പരസ്യമുണ്ട്. ബോഡി ബിൽഡിംഗ് പ്രൊഫഷനായിട്ട് സ്വീകരിച്ചിട്ടുള്ളവർക്ക് ഇതുപോലെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അവർ ഹോർമോൺ എടുക്കാറുണ്ട്, പ്രോട്ടീൻസ് കഴിക്കാറുണ്ട്. നമ്മൾ സാധാരണക്കാരെ അത് ഉപയോഗിക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് അഡ്വൈസ് ചെയ്യാം. മുട്ട കഴിക്കാം, പയറുവർഗ്ഗങ്ങളിൽ ധാരാളമുണ്ട്, കടല കഴിക്കാം. അത് പെട്ടെന്ന് ദഹിക്കാനായിട്ടാണെങ്കിൽ അത് പൾവറൈസ് ചെയ്ത് മിക്സിയിലിട്ട് ജ്യൂസായിട്ട് കുടിച്ചോളൂ. ഡോക്ടർ, കൗമാര കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്ക് പ്രധാനമായിട്ട് സ്കിന്നിൽ വരുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? അതിനെക്കുറിച്ചൊന്ന് വിശദീകരിക്കാമോ?
ഫീമെയിൽസിന്റെ സ്കിൻ സ്മൂത്ത് ആക്കുന്ന ആ പെയിന്റ് വർക്ക് അല്ലെങ്കിൽ ഗ്ലോസി വർക്ക് ചെയ്യുന്നത് ഈസ്ട്രജന. പിമ്പിൾസ് ഒക്കെ പിമ്പിൾസ് കുറയ്ക്കുന്നതും ഈസ്ട്രജന. കാരണം സെബം, അതായത് നമ്മുടെ ഈ ഗ്രന്ഥികളുണ്ടല്ലോ ഓരോ രോമകൂപങ്ങളിലും, അതിനകത്തോടെ വരുന്ന സെബം കട്ടി കൂടും മെയിൽസിൽ. അത് കട്ടി കുറച്ച് നിർത്തുന്നതുകൊണ്ടാണ് ഫീമെയിൽ മുഖം ഒന്ന് കഴുകിയ മുഖം സ്മൂത്ത് ആകുന്നത്. അത് കട്ടി കൂടുമ്പോൾ പിമ്പിൾസ് ഉണ്ടാവും. നമ്മുടെ ശരീരത്തിൽ ഒരു ഹോർമോൺ ഉണ്ടാകുന്നുണ്ട് എക്സസൈസ് ചെയ്യുമ്പോൾ, ദാറ്റ് ഈസ് കോൾഡ് എൻഡോർഫിൻ, ഇന്റേണൽ മോർഫിൻ. മോർഫിൻ എന്ന് പറഞ്ഞാൽ വേദനാ സംഹാരി, അറിയാലോ. അരമണിക്കൂർ ഒരാൾ എക്സസൈസ് ചെയ്താൽ ഒരു ദിവസത്തേക്ക് വേണ്ട എൻഡോർഫിൻ മുഴുവൻ ദേഹത്തുണ്ടാവും. ഡെയിലി എക്സസൈസ് ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഡിപ്രഷൻ എന്ന് പറയുന്ന മാനസികാവസ്ഥ ഉണ്ടാകുകയില്ല. ഡോക്ടർ, ഈ കാലഘട്ടത്തിൽ ജെൻഡർ ഭേദമന്യേ ബോയ്സിനാണെങ്കിലും ഗേൾസിനാണെങ്കിലും അവർ വളരെയധികം ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അപ്പം ഈ ടീനേജേഴ്സിന് അവരുടെ ചർമ്മം സംരക്ഷിക്കുന്നതിനുള്ള എന്തെങ്കിലും ടിപ്സ് ഉണ്ടോ? ഒരാഴ്ചക്കുള്ളിൽ അങ്ങ് ഫെയർ ആകാം എന്ന രീതിയിലൊക്കെ അനാവശ്യമായിട്ട് കിട്ടുന്ന പ്രൊഡക്ട്സുകൾ അവർ ഉപയോഗിക്കുന്നുണ്ട്. അതിനെ കുറിച്ചൊക്കെ ഒന്ന് വിശദീകരിക്കാമോ? നമ്മുടെ യഥാർത്ഥ കളറ് നമ്മൾ ബ്രൗൺ ആണ് ആളുകൾ. നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നതാണ് നമുക്ക് നല്ലത്. നമ്മുടെ മുടി കറുത്തിട്ടാണ്. ശരീരത്തിന് ആവശ്യത്തിന് മെലാനിൻ ഉണ്ട്. മെലാനിൻ കുറയുമ്പോൾ സൺറൈസിലുള്ള UV ലൈറ്റ് സ്കിൻ ക്യാൻസർ വരെ ഉണ്ടാക്കാം. ഇപ്പോൾ നാട് മുഴുവൻ കാണുന്ന 4ാമത്തെ പ്രശ്നം, 1ാമത്തെ പ്രശ്നം BP ആണ്, 2ാമത്തെ പ്രശ്നം ഷുഗർ, 3ാമത്തെ പ്രശ്നം തൈറോയ്ഡ്, 4ാമത്തെ പ്രശ്നം വൈറ്റമിൻ D കുറഞ്ഞ് മുട്ട് തേഞ്ഞു പോവുക. ട്രാൻസ്ജെൻഡേഴ്സ് എന്ന സ്വഭാവവിശേഷങ്ങളെ കുറിച്ച് ഒന്ന് വിശദീകരിക്കാമോ? ലിംബിക് സിസ്റ്റം നമ്മുടെ ജെൻഡറും ക്വാളിറ്റിയും ഒക്കെ തീരുമാനിക്കുന്ന ആ സിസ്റ്റത്തിന് ചെറുപ്പത്തിലേ വരുന്ന അബരേഷനാണ് അഥവാ തകരാറാണ് ഈ ക്വാളിറ്റി. ഇപ്പം മെയിൽ ഹോർമോൺ ഫീമെയിൽ സ്ട്രക്ചറിലേക്ക് പോകുന്നു എന്ന് തോന്നിക്കഴിഞ്ഞാൽ മെയിൽ ഹോർമോൺ തന്നെ കുറച്ചുകൂടെ ഒന്ന് ബൂസ്റ്റ് ചെയ്താൽ മതി. ഫീമെയിൽ ഹോർമോൺ തന്നെ കുറച്ചുകൂടെ ഒന്ന് എലിവേറ്റ് ചെയ്ത് കൊടുത്താൽ അതിനൊക്കെ ഇപ്പോൾ സംവിധാനമുണ്ട്. അപ്പോൾ നമ്മളെ തന്നെ ഇരിക്കാം. നമുക്ക് ഒരു ട്രാൻസ്ഫോർമേഷൻ്റെ ആവശ്യമില്ല. ഒരു കാര്യം ഒന്ന് ഓർപ്പിച്ചോട്ടെ, എന്ത് ബുദ്ധിമുട്ട് തോന്നിയാലും നമുക്ക് ഇപ്പോൾ മെഡിക്കൽ മാനേജ്മെൻറ്റ് ഫീസുകളാണ്. ഇഷ്ടംപോലെ ഡോക്ടർമാരുണ്ട്. നിങ്ങൾക്ക് തനിയെ ചെന്ന് കാണാമല്ലോ ഒരു ചീട്ടെടുത്ത്. ഒരു ഡോക്ടറെ കാണാൻ പ്രായപൂർത്തിയാവണം എന്നില്ല. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു വിഷമം തോന്നി, നിങ്ങൾ വീട്ടിൽ പറയാൻ ബുദ്ധിമുട്ട് തോന്നുമായിരിക്കാം, കൂട്ടുകാരോട് പറയാൻ ബുദ്ധിമുട്ടായിരിക്കാം, ടീച്ചറോട് പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ യു ക്യാൻ ടെൽ യുവർ ഡോക്ടർ. മാനസികമായ അസ്വസ്ഥതകൾ തോന്നുകയാണെങ്കിലും ടെൻഷൻ തോന്നുകയാണെങ്കിലും ലഹരി ഉപയോഗിച്ച് അതിനെ ശാന്തമാക്കാൻ ശ്രമിക്കാതെ ഒരു സൈക്യാട്രിസ്റ്റിനെ കാണുക, ഇല്ലെങ്കിൽ നിങ്ങൾ തന്നെ ഫാമിലി ഡോക്ടറെ കാണുക. ആരോഗ്യ പ്രശ്നങ്ങൾ എന്തെങ്കിലും തോന്നുകയാണെങ്കിൽ നിങ്ങൾ ഫിസിഷ്യനെ കാണുക. നിങ്ങളുടെ മാസമുറ അതുപോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ആണെങ്കിൽ ഗൈനക്കോളജിസ്റ്റിനെ കാണുക. ഇന്നലെ പോലെ എല്ലാ ഡോക്ടർമാരും ടഫായിട്ട് പെരുമാറുമെന്ന് ധരിക്കേണ്ട. കുട്ടികൾ ചെന്നാൽ തീർച്ചയായും അവർ ആ പ്രാധാന്യത്തോടെ തന്നെ കാണും. വേണ്ട സ്വീകാര്യത നിങ്ങൾക്ക് കിട്ടും. അതിൽ സംശയിക്കേണ്ട ആവശ്യമില്ല. അതിന് മടിക്കുകയും ചെയ്യരുത്. എല്ലാവർക്കും നല്ല ഒരു ഭാവി നേർന്നുകൊണ്ട് നിർത്തും. ഡോക്ടർ, ടീനേജ് കുട്ടികളുടെ ഇടയിൽ കണ്ടുവരുന്ന ഏറ്റവും പ്രത്യേകമായിട്ടുള്ളൊരു സ്വഭാവമാണ് അവർക്ക് ഈ പരീക്ഷണങ്ങൾ ചെയ്യാനുള്ള ത്വര, റിസ്ക് എടുക്കാനുള്ള ത്വര. ഇതിനെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കും? ചോദിച്ചതുപോലെ ഈ ഒരു ഏജ് ഗ്രൂപ്പിൽ കൗമാര പ്രായത്തിൽ ഇത് വളരെ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ വളരെ കൂടുതലാണ്. പരീക്ഷണങ്ങൾ, പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ച് നോക്കുക എന്നുള്ളൊരു ബിഹേവിയർ വളരെ കൂടുതലായിട്ട് കണ്ടുവരുന്നു. പക്ഷെ നമ്മൾ അത് മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്കത് എങ്ങനെ ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു സ്പേസിലേക്ക് അതിനെ ചാനലൈസ് ചെയ്യാം, അതിനെ മാറ്റാം. അങ്ങനെ കുട്ടികളെ അവരുടെ താല്പര്യങ്ങൾക്ക് അഭിരുചിക്ക് അനുസരിച്ച് അവരുടെ ബിഹേവിയറിൽ ഈ ഒരു കാര്യത്തിലേക്ക് നമ്മൾ രക്ഷിതാക്കളും അധ്യാപകരും ഒക്കെ ചേർന്ന് അവരെ മാറ്റി തീർക്കാൻ പറ്റുകയാണെങ്കിൽ സമൂഹത്തിന് പ്രയോജനമുള്ള വ്യക്തികളാക്കി അവരെ മാറ്റാൻ പറ്റും. സ്വയം അവർക്ക് അവരുടെ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ ഭാവിയിലേക്ക് അവർക്ക് ഒരു മെച്ചപ്പെട്ട രീതിയിലേക്ക് എത്തുന്നതിനും ഈ റിസ്ക് ടേക്കിംഗ് ബിഹേവിയർ തന്നെ പ്രയോജനമുള്ള രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡോക്ടർ, ഇതുപോലെ മാനസിക പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന കുട്ടികൾ, ചില കുട്ടികളെങ്കിലും വിഷാദ രോഗങ്ങൾ പോലുള്ള രോഗങ്ങളിലേക്ക് ചെന്നുപെടാൻ സാധ്യതയുണ്ട്.
ഇത്തരത്തിൽ അത്തരത്തിലൊരു സാഹചര്യത്തിലേക്ക് പോകുന്ന കുട്ടികൾ അവർ സ്വയമായി തന്നെ ആ സാഹചര്യത്തെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി സാധിക്കും? ഇത് ശരിക്കും പറഞ്ഞാൽ മാനസിക രോഗത്തെ ജലദോഷമായിട്ടാണ് അതിനെ കണക്കാക്കുന്നത്. അത്രയ്ക്ക് കോമൺ ആണ് ഡിപ്രഷൻ. അപ്പോൾ വിഷാദ രോഗം നേരത്തെ കണ്ടുപിടിച്ച് ചികിത്സിക്കുകയാണെങ്കിൽ നല്ലൊരു ശതമാനം ആത്മഹത്യ നമ്മൾ പ്രിവെന്റ് ചെയ്യാൻ പറ്റും, ഒഴിവാക്കാൻ പറ്റും. അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. വിഷാദ രോഗത്തിന്റെ ലക്ഷണങ്ങൾ തിരിച്ചറിയേണ്ടത് വളരെ അത്യാവശ്യമാണ്. നമ്മുടെ കൂടെയുള്ള ആൾക്കാർക്കും നമുക്കും ഒക്കെ ഇത് ഉണ്ടെങ്കിൽ നേരത്തെ തന്നെ കണ്ടുപിടിച്ച് അതിന് വേണ്ട പരിഹാരങ്ങൾ കാണേണ്ടതും അത്യാവശ്യമാണ്. ഡോക്ടർ, ടീനേജ് കുട്ടികൾക്കുള്ളതുപോലെ തന്നെ മാതാപിതാക്കൾക്കും ട്രെയിനിങ്ങോ ബോധവൽക്കരണ ക്ലാസ്സോ കൊടുക്കുന്നതിന്റെ ആവശ്യകതയെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? അപ്പോൾ പാരന്റിങ്ങിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് കുട്ടികളെ റെസ്പോൺസിബിലിറ്റി എടുപ്പിക്കാൻ പ്രാപ്തരാക്കുക ഘട്ടം ഘട്ടമായി. രണ്ടാമത് കുട്ടികളുടെ പ്രശ്നങ്ങൾ അവരുടെ ഒരു സുഹൃത്തായിട്ട് നിന്ന് അവരെ കേൾക്കാൻ ശ്രമിക്കുക. കൗമാര പ്രായത്തിനിടയിൽ ലഹരി ഉപയോഗത്തിലേക്ക് കടക്കുന്നതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇതൊക്കെ ഒന്ന് അനുഭവിച്ചറിയുക, പരീക്ഷിച്ചു നോക്കുക എന്നുള്ളൊരു മാനസികാവസ്ഥയിലൂടെ പലപ്പോഴും ഇതിലേക്ക് എത്തുന്നു. രണ്ടാമതായിട്ട് പിയർ പ്രഷർ, കൂട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഉപയോഗിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ടാവും. മൂന്നാമതായിട്ട് നമുക്ക് മാനസിക സമ്മർദ്ദങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി ഇതൊരു താൽക്കാലിക ഉപാധിയായിട്ട് മനസ്സിലാക്കുകയും പിന്നീട് അതൊരു അഡിക്ഷനായി മാറുകയും ചെയ്യുന്ന പ്രവണതയാണ്. ഡോക്ടർ, അതുപോലെ തന്നെ കൗമാരക്കാരിൽ ഉണ്ടാകുന്ന മാനസിക പ്രശ്നങ്ങൾ എങ്ങനെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും? ഈ കൗമാരപ്രായത്തിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ 2-3 തരത്തിലായിട്ട് എടുക്കാം. ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡേഴ്സ് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് ബ്രെയിനിന്റെ വളർച്ചയുടെ ഒരു വൈകല്യം ആയിട്ട് നമുക്ക് ചില അസുഖങ്ങളൊക്കെ വരാം. ഒന്ന് ADHD എന്ന് പറയുന്ന പോലെ, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അപ്പോൾ അത്തരം അവസ്ഥകൾ വരാം. പിന്നെ ഇന്റലക്ച്വൽ ഡിസബിലിറ്റി പോലുള്ള പ്രശ്നങ്ങളൊക്കെ വരാം, ലേണിംഗ് ഡിസോർഡേഴ്സ്. അപ്പോൾ ഇത്തരം അവസ്ഥകളിലൊക്കെ നമുക്ക് വളരെയധികം കോമൺ ആയിട്ട് കാണാറുണ്ട്. അതിൽ ADHD പോലത്തെ പ്രശ്നങ്ങളൊക്കെ നമുക്ക് നമ്മുടെ തലച്ചോറിന്റെ ഫോർബ്രെയിനിൽ ഉണ്ടാകുന്ന ഡോപ്പമിന്റെ അളവ് കുറഞ്ഞിട്ട്, അതുപോലെ തന്നെ ഇടത് വലത് ബ്രെയിനിന്റെ ഏകോപനത്തിന്റെ പ്രശ്നങ്ങളൊക്കെ കാരണം ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. അത് നേരത്തെ ചെറിയ പ്രായത്തിൽ തന്നെ ADHD ഒക്കെ മാനേജ് ചെയ്യേണ്ട അവസ്ഥയിലേക്ക് നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുക എന്നുള്ളത്. നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള രീതിയിൽ ഉള്ള ലൈംഗിക വിദ്യാഭ്യാസം എന്ന് പറയുന്നത് അപകടങ്ങൾ ഒഴിവാക്കുന്ന നിലയിലേക്ക് എത്തുക എന്നുള്ളതാണ്. ഇതൊരു സമഗ്രമായ ഒരു വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഏരിയ. വ്യക്തി ശുചിത്വം തൊട്ട് ലൈംഗിക വിദ്യാഭ്യാസം തൊട്ട് ആർത്തവം പോലുള്ള കാര്യങ്ങൾ, ജെൻഡർ, സെക്ഷുവാലിറ്റി പോലുള്ള കാര്യങ്ങൾ, അപകടങ്ങൾ എങ്ങനെ ഒഴിവാക്കാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഭാവിയിലേക്കുള്ളൊരു തയ്യാറെടുപ്പ് എങ്ങനെയായിരിക്കണം ഹെൽത്തി ആയിട്ട് നടത്തേണ്ടതെന്നുള്ള എല്ലാ സമഗ്രമായ ഒരു അറിവ് നേടലാണ് സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ജീവിതത്തിൽ നമുക്ക് ഓരോ സ്റ്റേജസ് ആയിട്ട് ആണ് പോകുന്നത്. ഓരോ ഘട്ടവും ഭാവിയിലേക്കുള്ള ഒരു എക്സ്പീരിയൻസ് ആണ്, ഒരു പഠനമാണ്. ഈ പ്രായത്തിൽ ഉണ്ടാകുന്ന ഓരോ വീഴ്ചകളും അനുഭവങ്ങളും അതിൽ നിന്ന് നമ്മൾ പഠിക്കുകയും പുതിയ അടുത്ത കാലത്തിലേക്കുള്ള തയ്യാറെടുപ്പായി മാറുകയും ചെയ്യുകയാണെങ്കിൽ ഇതൊരു പരാജയമായിട്ട് തോന്നാതെ മുന്നോട്ട് സന്തോഷത്തോടെ പോകാൻ പറ്റും. പക്ഷെ അതിലേക്ക് നമുക്ക് കലയും സ്പോർട്സിനെയും അതുപോലെ തന്നെ വായനാശീലം, ഇത്തരം കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചൊരു പേഴ്സണാലിറ്റി ഡെവലപ്മെന്റും സമഗ്രമായ ഒരു വ്യക്തിത്വ വികസനം വരുന്ന രീതിയിലേക്ക് നമ്മുടെ പഠനം മാറുന്നതും അത്യാവശ്യമാണ്. കൗമാര പ്രായത്തുള്ള പ്രശ്നങ്ങളൊക്കെ തുറന്ന് സംസാരിക്കുകയും ഒരു സൈക്കോളജിസ്റ്റിൻ്റെയോ അല്ലെങ്കിൽ അധ്യാപികയുടെ അടുത്തോ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അടുത്തോ ഒക്കെ തുറന്ന് സംസാരിക്കുകയും സംശയങ്ങൾ മാറ്റേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യം. ഒരു നല്ല ആരോഗ്യപരമായ ഭാവി ആശംസിച്ചുകൊള്ളുന്നു.